ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇത് നമുക്ക് നല്ല ടേസ്റ്റായിട്ടൊരു മീൻകറി തയ്യാറാക്കാം. നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ്. വടക്കംപുളിയൊക്കെ ചേർത്ത് നമുക്ക് മീനൊക്കെ ഒന്ന് പൊരിച്ച് പ്രത്യേക രീതിയിലാണ്, അത് പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. നമുക്ക് എങ്ങനെ ചെയ്യുന്ന നോക്കാം. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന മീൻ മത്തിയാണ്. നമുക്കത് കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ചേർത്ത് ഒന്ന് കുറച്ച് നേരം 10 മിനിറ്റ് ഒന്ന് പുരട്ടി വയ്ക്കാം. നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണ്ട, കുറച്ച് എണ്ണ ചേർത്താണ് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നത്. നല്ലപോലെ എല്ലാം അരപ്പും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിന്ന് മത്തിയാണല്ലോ, അതൊന്ന് വരഞ്ഞിട്ട് അത് നമുക്കൊന്ന് പുരട്ടി ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് പുരട്ടി വയ്ക്കാം. എല്ലായിടത്തും അരപ്പ് പിടിക്കേണ്ട രീതിയിൽ നല്ലപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് കുറച്ച് ഉലുവയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉലുവ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി ചതച്ച് ചേർക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് വഴറ്റിയെടുക്കുന്നതാണ് പ്രത്യേക ടേസ്റ്റ്. രണ്ടിനും രണ്ട് ടേസ്റ്റാണ്. ചതച്ചെടുത്ത് മൂപ്പിക്കുന്നതിന് വേറെ ടേസ്റ്റാണ്, അരിഞ്ഞെടുത്ത് മൂപ്പിക്കുന്നതിന് വേറൊരു ടേസ്റ്റാണ്. ഇത് കറിയിൽ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കടിക്കുമ്പോഴും അത് പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് കുറച്ച് പച്ചമുളകും ചേർത്ത് എല്ലാം കൂടെ ഒന്നുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് സവാളയും ചെറുതായി കൊത്തിയത് സവാളയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത്. ചെറുതായി കട്ട് ചെയ്തതാണ്. ചെറിയ ഉള്ളി തനിയാണെങ്കിലും വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇത് കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും കൂടാണ് എടുത്തിരിക്കുന്നത്. ഇതും കുറച്ചും എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പൊടികൾ ചേർക്കാം. നമുക്ക് സിമ്മിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അധികം എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകിൻ്റെ നല്ല എരിയുണ്ട്. നല്ലപോലെ കുറച്ചും കൂടെ എണ്ണ ചേർത്ത് നമുക്ക് സിമ്മിൽ വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് എണ്ണ അധികം ചേർത്താലും വളരെ ടേസ്റ്റായിരിക്കും. കുറച്ച് മല്ലിപ്പൊടി കുറവായിട്ട് തോന്നി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ ഉലുവ പൊടി ചേർക്കുന്നില്ല, ഉലുവ മുഴുവനെ വറുത്ത് ചേർത്തിരുന്നു. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം. കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിക്കും കൂടെ ചേർക്കാം. നമ്മളൊരു ചെറിയ തക്കാളിക്കാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ പുളി ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് തക്കാളിക്ക കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് വടക്കം പുളിയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. നല്ലപോലെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് കഴുകി നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് ആണ് ഒഴിക്കേണ്ടത്. ആദ്യം കഴുകിയാണ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് നല്ലപോലെ തിളച്ച് വരണം. ഇതിൽ അരപ്പിൽ നല്ലപോലെ തിളച്ച് എണ്ണയെല്ലാം ചേർത്ത് നല്ലപോലെ, ഇപ്പോൾ പുളി മാത്രമാണ് ചട്ടി നമ്മൾ ചേർത്തിരിക്കുന്നത്. നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയെല്ലാം വഴറ്റിയതും നമ്മൾ ഉള്ളി വഴറ്റിയതും എല്ലാം ചേർത്ത് നല്ലപോലെ ചട്ടി കിടന്ന് നല്ലപോലെ എണ്ണ ചേർത്ത് നമുക്ക് കുറച്ച് നല്ല കുറുക്കിയെടുക്കണം. ആ അരപ്പെല്ലാം മൂത്ത് പുളി തിളച്ചതിന് ശേഷം നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഈ പുളിവെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വെന്ത് കുറച്ച് എണ്ണയും ചേർത്ത് വേണം നമ്മളിത് നല്ലപോലെ വറ്റിച്ചെടുക്കണം. പുളിവെള്ളത്തിൽ കിടന്ന് ഈ ഉള്ളിയും
വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലപോലെ വെന്ത് നല്ലപോലെ കുറുകി അത് വറ്റി ആ എണ്ണയിൽ തെളിഞ്ഞ് വരും. അപ്പോഴാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. അത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്കിനിയും മീൻ പൊരിച്ചെടുക്കണം. നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്ന മീൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഇത്. നമ്മളിത് ചെറിയ മീനാണ് കിട്ടിയിരിക്കുന്നത്. നെയ്ച്ചാള, നല്ല നെയ്യുള്ള ചാളയാണ്. അത് പ്രത്യേക മണമാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ നല്ലപോലെ ഫ്രൈ ആയി വരട്ടെ. നമുക്ക് ഒരു വശം നോക്കുമ്പോൾ തിരിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ അരപ്പ് വറ്റിച്ചെടുത്തത് എന്തായി നോക്കാം. നമ്മുടെ അരപ്പെല്ലാം നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നല്ല എണ്ണയിലൊക്കെ കിടന്ന് മൂത്ത് നല്ല ഒരു അരപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും ഒന്നും കൂടെ തിളപ്പിക്കണം. അതിന് ശേഷം ശകലം വെള്ളം ചേർത്താൽ മതിയാവും. നമുക്ക് മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു വശം കൂടെ തിരിച്ചിട്ട് ഒന്നും കൂടെ മുരിച്ചെടുക്കാം. മീൻ നല്ലപോലെ തിരിച്ചിട്ട് നല്ലപോലെ മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മീനും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പിനകത്ത് നല്ലപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിക്കാം. നമുക്ക് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല മണമുണ്ട് ഇതിന്. നല്ല മൂത്ത മണമുണ്ട്. വെളിച്ചെണ്ണയിൽ കിടന്ന് അരപ്പെല്ലാം മൂത്ത് വന്നുകൊണ്ട് ആ ഒരു പ്രത്യേക മണമാണ്. നമുക്ക് വീണ്ടും വെള്ളം ചേർത്താലും ആ മണം പോവുകയില്ല. എണ്ണയിൽ കിടന്ന് മൂത്ത മണം നല്ലപോലെ ഉണ്ട്. അങ്ങനെ മൂത്ത് വന്ന മണത്തിനാണ് അരപ്പിനാണ് പ്രത്യേക ടേസ്റ്റ്. നമുക്ക് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി മീൻ ഫ്രൈയും കൂടെ ചേർക്കാം. അരപ്പ് മൂത്തിട്ട് വീണ്ടും വെള്ളം ചേർത്ത് തിളപ്പിക്കുമ്പോഴാണ് ആ മീന് നല്ല ടേസ്റ്റ് തോന്നുന്നത്. അരപ്പിൽ നമ്മളെല്ലാ മീനും ചേർത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മീൻ ചേർക്കുമ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ചേർക്കാം. എല്ലാം കുറച്ചും കൂടെ മീനിന് അരപ്പ് പിടിക്കണമല്ലോ. അപ്പം കുറച്ച് വെള്ളം കൂടെ ഇരുന്നാലും നല്ലതാണ്. നല്ലപോലെ ഒന്ന് കറക്കി കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്നുകൂടെ നല്ലപോലെ ഒന്ന് കറക്കി വയ്ക്കാം. കുറച്ച് തേങ്ങാപ്പാലും ചേർക്കാം. നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കറക്കി നല്ലപോലെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നിർബന്ധമായും ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യണം. ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണം. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.